മാർച്ച് 30 ബൈപോളാർ ഡേ. എന്താണ് ബൈപോളാർ ഡിസോർഡർ? നമ്മൾ പലരും മനസ്സിലാക്കാത്ത ഒരു മാനസികാവസ്ഥയാണത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ദിവസം മതിയായ സന്തോഷം, ആത്മവിശ്വാസം, എല്ലാം നന്നായി നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ. പിന്നീട് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരാശ, ഊർജമില്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്തൊരവസ്ഥ. ഇത് സാധാരണ മൂഡ് സ്വിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ എന്തെങ്കിലുമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ബൈപോളാർ ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെക്കുറിച്ച്. ഈ ദിവസം തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക വ്യക്തിയുടെ ജന്മദിനം കൊണ്ടാണ്. വിൻസെന്റ് വാൻ ഗോഗ്. അദ്ദേഹം ഒരു മഹാനായ ചിത്രകാരനായിരുന്നുവെങ്കിലും അദ്ദേഹം ബൈപോളാർ പോലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ പോരാടി. ബൈപോളാർ ഡിസോർഡർ എന്താണ് നമുക്ക് നോക്കാം. ഇതൊരു മൂഡ് ഡിസോർഡറാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ഇത് 2 പ്രധാന ഘട്ടങ്ങളായി കാണാം. 1 മാനിയ, 2 ഡിപ്രഷൻ. മാനിയയിൽ അതിയായ സന്തോഷം, ഉറക്കം കുറയുന്നു, ആത്മവിശ്വാസം അതിയായി ഉയരുന്നു, അപകടകരമായ തീരുമാനങ്ങൾ എടുക്കും. ഡിപ്രഷനിൽ വിഷാദം, ഊർജമില്ല, ആത്മവിശ്വാസക്കുറവ്, ചിലപ്പോൾ ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥ. ഇവ രണ്ടും മാറി മാറി വരുന്നതാണ് ബൈപോളാറിൻ്റെ പ്രധാന സ്വഭാവം. ബൈപോളാറിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി നോക്കാം. മാനിയ സമയത്ത് അതിയായ സംസാര പ്രവണത കൂടാം, അമിതമായ പണം ചെലവാക്കൽ, അപകടകരമായ ഡ്രൈവിംഗ്, എനിക്ക് എല്ലാം കഴിയും എന്നൊരു തോന്നൽ. ഡിപ്രഷൻ സമയത്തോ ഉറക്കം കൂടുതലോ കുറവോ, ഭക്ഷണം കുറവ്, നിരാശ, ജീവിതത്തിൽ താല്പര്യമില്ലായ്മ. ഇത് സാധാരണ മൂഡ് മാറ്റങ്ങളല്ല. ഇവയൊന്നും ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ജീനുകൾ, തലച്ചോറിലെ കെമിക്കൽ അസന്തുലിതാവസ്ഥ, സ്ട്രെസ്, ട്രോമ, ഉറക്കക്കുറവ് ഇവയൊക്കെ ചേർന്നാണ് ബൈപോളാർ ഉണ്ടാവുന്നത്. ഇതൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ജോലി, പഠനം എന്നിവയെല്ലാം തകരാം, സാമ്പത്തിക നഷ്ടം സംഭവിക്കാം, ആത്മഹത്യ ചിന്തകൾ ഉയരാം. അതിനാൽ ഇത് ഗൗരവമുള്ള ഒരു അവസ്ഥയാണ്, അവഗണിക്കരുത്. ഇത് നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ ചികിത്സയിൽ സൈക്യാട്രിസ്റ്റ് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ, തെറാപ്പി, ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്താം നോക്കാം. സ്ഥിരമായ ഉറക്കം, വ്യായാമം, മദ്യപാനം ഒഴിവാക്കൽ. സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. കുടുംബം, സുഹൃത്തുക്കൾ, സ്വയം ശ്രദ്ധ, മൂഡ് ട്രാക്ക് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക. പ്രധാനമായി ഇത് ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരെ ജഡ്ജ് ചെയ്യരുത്, അവരെ സഹായിക്കൂ. മാനസികാരോഗ്യം പ്രധാനമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ. കാരണം ഒരാളുടെ ജീവിതം മാറാൻ ഒരു ചെറിയ അവബോധം മതിയാകും. ഇത് വേൾഡ് ബൈപോളാർ ഡേ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. നന്ദി.